ലാമ്പുകളിൽ ഏതെങ്കിലും നമുക്ക് പരിചയമുള്ളതുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കേ. ഈ തന്നിട്ടുള്ള ഡിസ്ചാർജ് ലാമ്പുകളിൽ ഏതെങ്കിലും പരിചയമുള്ളതുണ്ടോ എന്ന് നോക്കേ. CFL മാത്രമേ പരിചയമുള്ളൂ മക്കളെ? CFL പരിചയമുള്ളൂ. ഓക്കെ, സമ്മതിച്ചു. CFL അല്ലാതെ വേറെ ഫ്ലൂറസെന്റ് ലാമ്പ് പരിചയമില്ല? നമ്മൾ ട്യൂബർ ഫ്ലൂറസെന്റ് ലാമ്പ് പരിചയമില്ലേ? ഓക്കെ, അതിന് മുകളിൽ എടുക്കുന്ന സോഡിയം വേപ്പർ ലാമ്പ് സോഡിയം വേപ്പർ ലാമ്പ് ടീച്ചർ പറയാം. നമുക്ക് നേരിട്ട് കണ്ട് പരിചയമില്ലെങ്കിലും നമ്മളിപ്പോൾ സിറ്റിയിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ സിറ്റിയിലെ രണ്ട് വേ ഉണ്ടാവും. അതിൻ്റെ നടുക്കായിട്ടത് വൺ വേ ആയിരിക്കും, ഒരു സൈഡ് അങ്ങോട്ടും ഒരു സൈഡ് ഇങ്ങോട്ടും. അതിൻ്റെ നടുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഒരു മഞ്ഞ ലൈറ്റ് ഇങ്ങനെ നിരത്തി കൊടുത്തേക്ക് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്. കണ്ടിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? മഞ്ഞ കളർ ലൈറ്റ് അമ്മ ക്ലാസ്സിലാണ് പറഞ്ഞത്. അതെ, ആ ലൈറ്റ് മഞ്ഞ കളർ ലൈറ്റാണ് ഈ സോഡിയം വേപ്പർ ലാമ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നേരിട്ട് പരിചയം, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളൂ, നമ്മൾ കണ്ടിട്ടുള്ള ലൈറ്റാണ് ഈ സോഡിയം വേപ്പർ ലാമ്പ്. ആർക്ക് ലാമ്പ് നമുക്ക് നേരിട്ട് കണ്ട് പരിചയം ഉണ്ടാവില്ല. പക്ഷെ അതിൻ്റെ ഒരു സന്ദർഭം ടീച്ചർ പറയാം. നമ്മൾ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ കേട്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ അല്ലേ? സിനിമ ഷൂട്ടിംഗ് ഒക്കെ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും സിനിമ ഷൂട്ടിങ് സാധനം. അപ്പോൾ ഭയങ്കര ലൈറ്റ്, നല്ല ഇൻറ്റൻസ് ആയിട്ടുള്ള നല്ല തീവ്രതയുള്ള ലൈറ്റാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. കാരണം അല്ലെങ്കിൽ ഇരുണ്ടിരിക്കും സിനിമ കണ്ടാൽ. അപ്പോൾ പകൽ നട്ടുച്ചയ്ക്കാണ് അവർ സിനിമ ഷൂട്ട് ചെയ്യുന്നതെങ്കിലും പുറത്ത് വെച്ചാണ് ഷൂട്ട് ചെയ്യുന്നതെങ്കിലും അവർ നല്ല തീവ്രതയുള്ള ലൈറ്റ് അവിടെ ഉപയോഗിക്കുന്നത്. നല്ല തീവ്രതയുള്ള ലൈറ്റ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ലാമ്പാണ് ആർക്ക് ലാമ്പ് എന്ന് പറയും. സിനിമ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ലാമ്പാണ് ആർക്ക് ലാമ്പ്. ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത്. ഓക്കെ, ഫ്ലൂറസെന്റ് ലാമ്പ് നിങ്ങൾക്കറിയാം, CFL നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത്രയൊക്കെയാണ് ഡിസ്ചാർജ് ലാമ്പുകൾ ഉദാഹരണങ്ങൾ എന്ന് പറയാം. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് 4 കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം ഒന്ന് പഠിക്കണം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കണ്ട. എന്തായാലും CFL നമുക്കറിയാം, ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. CFL അറിഞ്ഞൂടെ? അറിയാം. അത് നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുള്ളത് എന്ത്, സോഡിയം പേപ്പർ ലാമ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ആ നീണ്ട ഗ്ലാസ് ട്യൂബ് കാണാൻ പറ്റും. അതിന് രണ്ടറ്റത്തായിട്ട് സോഡിയം പേപ്പർ ലാമ്പിൻ്റെ രണ്ടറ്റത്തായിട്ട് ഇതാണ്ട് ഈ രണ്ട് ടീച്ചറുടെ മൗസ് പോയിന്റ് കാണാമോ? അപ്പൊ ഇത് ഇവിടെ ഒരു കമ്പിച്ചിട്ടിരിക്കുന്നുണ്ടോ? അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലും ഒരു കമ്പിച്ചിട്ടിരിക്കുന്നുണ്ടോ? ഓ, അപ്പൊ ഇതാണ് ഒരു ഡിസ്ചാർജ് ലാമ്പിന്റെ ഘടന എന്ന് പറയുന്നത്. ഒരു നീണ്ട ഗ്ലാസ് ട്യൂബും അതിന്റെ രണ്ടറ്റത്ത് കമ്പിച്ചുരുളം എന്നല്ല നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഇലക്ട്രോഡ് എന്നാണ്. ഓക്കെ, അപ്പം ഡിസ്ചാർജ് ലാമ്പിന്റെ ഘടന പറയാൻ നമ്മൾ പറയുന്നത് ഒരു നീണ്ട ഗ്ലാസ് ട്യൂബിന്റെ അറ്റത്തായിട്ട് 2 ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും. ആർക്ക് ലാമ്പ് നോക്കിയാൽ നിങ്ങൾക്ക് ആ 2 ഇലക്ട്രോഡുകൾ വിസിബിൾ ആണ്, കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 2 കമ്പികൾ കണ്ടോ മക്കളെ? അറ്റത്തായിട്ട് ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അറ്റത്തായിട്ട് 2 ഇലക്ട്രോഡുകളുണ്ട്. ഫ്ലൂറസെന്റ് ലാമ്പ് നമുക്ക് ഗ്ലാസ് ട്യൂബ് കാണാം, പക്ഷേ ഇലക്ട്രോഡുകൾ ഉള്ളിലാണ്, നമുക്കത് കാണാൻ പറ്റില്ല. CFL നമുക്ക് ഇലക്ട്രോഡുകൾ ഈ ഗ്ലാസ് ട്യൂബ് നമുക്ക് കാണാൻ പറ്റും അല്ലെ? ഇങ്ങനെ കോയിലായിട്ടിരിക്കുന്ന ഗ്ലാസ് ട്യൂബ് കാണാൻ പറ്റും. ഇലക്ട്രോഡുകൾ ഈ രണ്ടറ്റത്തായിട്ട് 2 ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഡിസ്ചാർജ് ലാമ്പ് എന്ന് വെച്ചാൽ അതിൻ്റെ ഘടന ഇത്രയേ ഉള്ളൂ. ഒരു നീണ്ട ഗ്ലാസ് ട്യൂബും അതിൻ്റെ അറ്റത്തായിട്ട് 2 ഇലക്ട്രോഡുകളും. ഓക്കെ, ഇനി ഇതിൻ്റെ ഒന്നുകൂടി നമുക്ക് കാണാൻ പറ്റാത്തൊരു സാധനമുണ്ട്. അതെന്ന് പറയുന്നത് ഇതിനുള്ളിൽ നിറച്ച വാതകമാണ്. ഇതിനുള്ളിലായിട്ട് വാതകം നിറച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിവിടെയാണ് വാതകം. അപ്പോൾ ഡിസ്ചാർജ് ലാമ്പിന്റെ ഘടന പറയാൻ നീണ്ട ഗ്ലാസ് ട്യൂബ്, അറ്റത്തായി 2 ഇലക്ട്രോഡുകൾ, ഗ്ലാസ് ട്യൂബിനുള്ളിൽ വാതകം നിറച്ചിരിക്കുന്നു. ഘടന കഴിഞ്ഞു. പിന്നെ ഇത് വർക്കിംഗ് ആണ് നമുക്ക് പറയാനുള്ളത്. വർക്കിംഗ് എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നമ്മളങ്ങനെ പഠിച്ചിട്ടില്ല. കെമിസ്ട്രിയിൽ പറയുന്ന കുറേ സാധനങ്ങൾ കൂടി അതിനകത്ത് കയറി വരുന്നുണ്ട്. അത് നമ്മൾ അതുകൊണ്ടൊന്നും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കുന്നില്ല. ടീച്ചർ വളരെ സിമ്പിളാക്കി പറഞ്ഞുതരാം കേട്ടോ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടേ അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. നമ്മൾ ഇതിനകത്ത് ശരിക്കും ഈ ട്യൂബ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വെരി ഗുഡ്, സ്വിച്ച് ഇടണം അല്ലേ? സ്വിച്ച് ഇട്ടാല് അല്ലേ? സ്വിച്ച് ഇടണം. സ്വിച്ച് ഇടുമ്പോൾ ഇതിലൂടെ എന്ത് പാസ് ചെയ്യും? കറണ്ട് പാസ് ചെയ്യും. കറണ്ട് എന്ന് വെച്ചാൽ ഏത് ഊർജമാണ്? അതായത് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബൾബിന് വൈദ്യുതോർജ്ജം നൽകുന്നു. ഈ രണ്ടറ്റത്ത് 2 കമ്പികളിലായിരിക്കുമല്ലോ വൈദ്യുതി കയറി വരുന്നത്. ഇങ്ങനെ എങ്ങോട്ടാ? പോസിറ്റീവിലോട്ടോ, ഒന്ന് ഫേസും ഒന്ന് ന്യൂട്രലോട്ടായിരിക്കും പോവാം. ഓക്കെ, അപ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോഡുകളിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം, ഊർജ്ജം കൊടുക്കാൻ പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടേജ് കൊടുക്കുന്നു. അതായത് വൈദ്യുതോർജ്ജം കൊടുക്കുന്നു.
ആ വൈദ്യോർജ്ജം ആർക്ക് കിട്ടും? ഇതിനകത്ത് നിറച്ചു വെച്ചിരിക്കുന്ന ആർക്ക് കിട്ടും? വാതകത്തിന് കിട്ടും. ഊർജം കിട്ടിയാൽ പൊതുവെ എല്ലാവരും എന്താ പറയുക, നമുക്കത് ഇച്ചിരി എനർജി കിട്ടിയാൽ നമുക്ക് ഇച്ചിരി അഹങ്കാരമൊക്കെ തോന്നുമല്ലേ? ഓടണം ചാടണം എന്നൊക്കെ തോന്നും അല്ലേ? കുറച്ച് എനർജി കൂടുതലുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാൻ തോന്നും നമുക്ക് തന്നെ? ഇല്ല ഇല്ല, അത് നോർമലി എല്ലാ സ്റ്റേറ്റിൻ്റെ അവസ്ഥയാണ്. എനർജി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഓടാനും ചാടാനും ഒക്കെ തോന്നും. അതായത് നമ്മൾ ഉയർന്ന ഊർജ്ജ നിലയാണ് നമുക്ക് കിട്ടുന്നത്. ഉയർന്ന ഊർജ്ജ നില കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേബിൾ ആയിരിക്കില്ല, നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, അസ്ഥിരമായിരിക്കും. അത് നമ്മൾ അടങ്ങിയിരിക്കാത്ത അവസ്ഥ നമ്മൾ വിളിക്കുന്നത് അസ്ഥിരാവസ്ഥയിൽ നിൽക്കും. അസ്ഥിരം. ഓക്കെ, അസ്ഥിരമായിരിക്കും. നമുക്ക് ഓടാനോ ചാടാനോ ഒക്കെ ഇങ്ങനെ തോന്നും. സെയിം തന്നെയാണ് ഇവിടുത്തെ വാതകങ്ങൾ. നമുക്ക് ഭക്ഷണം കഴിച്ചാൽ എനർജി കിട്ടുക, ഇവർക്കിവിടെ വൈദ്യോർജ്ജത്തിൽ നിന്ന് എനർജി കിട്ടുക. അവരവിടെ അടങ്ങിയിരിക്കത്തില്ല, അവർ ഓടാനും ചാടാനും ഒക്കെ തുടങ്ങും. ഒന്നാമത് വാതകമാണ്. വാതകത്തിൻ്റെ തന്മാത്രകൾ അടങ്ങിയിരിക്കുന്നവരാണോ? നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളവർ അവരടങ്ങിയിരിക്കുമോ? അല്ല, എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും അല്ലേ? എപ്പോഴും ചലിക്കുന്ന ആൾക്കാരാണ്. ഊർജ്ജം കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം പറയാനും വയ്യ. ഭയങ്കരമായിട്ട് എന്തായും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടാൻ തുടങ്ങും. അതേ കണക്ക് അങ്ങനെ കുറേ ഓടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിന്നെ അത്ര എനർജി നമ്മുടെ കയ്യിൽ ഉണ്ടാവുമോ? ആ എനർജി നമ്മുടെ കയ്യിൽ ഉണ്ടാവുമോ? ഇല്ല. എനർജിയൊക്കെ പുറത്തോട്ട് നമ്മൾ ഓടുമ്പോൾ ചാടുമ്പോൾ ശരിക്കും നമ്മൾ യാന്ത്രികോർജ്ജമായിട്ട് ഇതെല്ലാം പുറത്തേക്ക് പോകും. ചൂടായിട്ടൊക്കെ പുറത്തേക്ക് പോകും അല്ലേ? പുറത്ത് പോയിട്ട് നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതൊക്കെ നമ്മൾ സ്ഥിരാവസ്ഥയിലോട്ട് വരും. നമ്മുടെ ഊർജ്ജം എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ സ്ഥിരാവസ്ഥയിലോട്ട് വരും. ഇത് തന്നെയാണ് വാതകത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. ആദ്യം അവർക്ക് വൈദ്യോർജ്ജം കിട്ടും, ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവരെന്ത് ചെയ്യും? ശരിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടി അങ്ങോട്ടും കൊളൈഡൊക്കെ ചെയ്യും കേട്ടോ. കൊളൈഡ് ചെയ്ത് ശരിക്കും അയോണുകളായി മാറുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളിന് അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. എന്തായാലും അവർക്ക് ഊർജ്ജം വന്നിട്ട് അസ്ഥിരാവസ്ഥയിലോട്ട് മാറും. സ്ഥിരതയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. അതിനുള്ള അസ്ഥിരാവസ്ഥ, സ്ഥിരതയില്ലാത്ത അവസ്ഥയിലേക്ക് മാറും. പക്ഷേ ഇവരെന്ത് ചെയ്യും? സ്ഥിരത കൈവരിക്കാനായിട്ട് തിരിച്ചവർക്ക് പഴയ അവസ്ഥയിലേക്ക് വരാൻ ഉള്ള എനർജി അവർ പുറത്തേക്ക് കളയുന്നു. ഓക്കെ, അവർക്ക് ആദ്യം വൈദ്യോർജ്ജം കിട്ടി, അവർക്ക് സ്ഥിരതയില്ലാത്ത അവസ്ഥയായി, എക്സൈറ്റഡ് അവസ്ഥയായി. അപ്പോൾ അവർക്ക് സ്ഥിരത വേണമെങ്കിൽ കിട്ടിയ ഊർജ്ജത്തെ പുറത്തേക്ക് കളയണം. പുറത്തേക്ക് കളയുന്നത്, അപ്പോൾ എനർജി പുറത്തേക്ക് കളയുന്നു. പുറത്തേക്ക് കളയുന്നത് പ്രകാശ രൂപത്തിലാണ്. പ്രകാശവും ഒരു ഊർജ്ജ രൂപമാണ്. വൈദ്യുതി ഒരു ഊർജ്ജ രൂപമാണ്. വൈദ്യുതിയെ അകത്തേക്ക് വലിച്ചെടുത്തു, പുറത്തേക്ക് പോയത് പ്രകാശമായിട്ടാണ്. അപ്പോൾ ശരിക്കും ഊർജ്ജമാറ്റം നടന്നോ? നടന്നു. ഇവിടുന്ന് എങ്ങോട്ട് ഊർജ്ജമാറ്റം നടന്നു? വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജമായി മാറി അല്ലേ? അപ്പം നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം സാധാരണ ചോദിക്കാറില്ല. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ ഇലക്ട്രോഡുകളിൽ ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം കൊടുക്കുന്നു. അപ്പോൾ വാതകങ്ങൾക്ക് വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുന്നു. അവർക്ക് എന്ത് ചെയ്യുന്നു? ഊർജ്ജം കൂടും. സ്ഥിരതയില്ലാത്ത വരുന്നു. സ്ഥിരത കൈവരിക്കാനായിട്ട് അവർ കിട്ടിയ വൈദ്യോർജ്ജത്തെ പ്രകാശ രൂപത്തിൽ പുറത്തേക്ക് കളയുന്നു. ഓക്കെ, കാര്യം മനസ്സിലായോ? ഇനി നോട്ടായിട്ട് തന്നാൽ പഠിക്കാമല്ലോ. സിമ്പിളായിട്ട് നോട്ടാക്കി തന്നാൽ പഠിക്കാമല്ലോ എല്ലാവർക്കും പ്രവർത്തനം. ഓക്കെ, അപ്പോൾ അത് ടീച്ചർക്ക് സിമ്പിളായിട്ട് നോട്ടാക്കി തരാം. അത് പഠിച്ചു നോക്കണം കേട്ടോ. പ്രവർത്തനം ചിലപ്പോൾ 2 മാർക്കിന് കാണാതെ എഴുതാൻ പറയില്ല. പക്ഷേ ഇതിപ്പോൾ പല സ്റ്റെപ്പായിട്ടല്ലേ ടീച്ചർ പറഞ്ഞത്. ആദ്യം വൈദ്യോർജ്ജം ആഗിരണം ചെയ്യുന്നു, അപ്പോൾ അസ്ഥിരാവസ്ഥയിലേക്ക് വരുന്നു, കിട്ടിയ ഊർജ്ജത്തെ പ്രകാശ രൂപത്തിൽ പുറന്തള്ളുന്നു, അപ്പോൾ വീണ്ടും പഴയ അവസ്ഥയിലേക്ക് വരുന്നു. ഇതാണ് സ്റ്റെപ്പ്. ഇവരിത് മാറ്റി തരും. ആദ്യമേ പറയും വൈദ്യോർജ്ജത്തെ പ്രകാശോർജ്ജമായി പുറത്തേക്ക് വിടുന്നു, ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുന്നു, പിന്നെ അസ്ഥിരാവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെ ഓർഡർ തെറ്റിച്ച് തരും. ഓർഡർ തെറ്റിച്ച് തന്നിട്ട് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ പറയും. 4 സ്റ്റെപ്പാക്കി തരുന്നത് കറക്റ്റ് ഓർഡർ അല്ലാതെ നമ്മളപ്പോൾ കാണാതെ ഒന്നും പഠിക്കണം, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അവർ തന്നിട്ടുണ്ട് സ്റ്റെപ്സ് എല്ലാം, നമ്മളത് ഓർഡറാക്കി എഴുതി കൊടുത്താൽ 2 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കാണാതെ പഠിച്ചില്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക, വായിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് ഓർഡറാക്കി എഴുതാൻ എളുപ്പമായി. അപ്പോൾ നമ്മളെന്നാൽ അടുത്തേക്ക് പോകാം. അപ്പോൾ ഡിസ്ചാർജിലാകുമ്പോൾ പക്ഷേ ആലോചിച്ചു, നമ്മൾ ടങ്സ്റ്റൺ ബൾബിൻ്റെ പോരായ്മ പറഞ്ഞിരുന്നു. എന്തായിരുന്നു ടങ്സ്റ്റൺ ബൾബിൻ്റെ പോരായ്മ? ഒന്ന് ഓർത്തെടുത്തേ. ആര്യ എസ് പ്രസൻ്റ് ആണോ? മോളെ ഓർമ്മയുണ്ടോ മോളെ? നമ്മൾ ഈ ഫിലമെൻ്റ് ലാമ്പിൻ്റെ ടങ്സ്റ്റൺ ലാമ്പിൻ്റെ പോരായ്മ പറഞ്ഞത് നമ്മളന്ന് ഒരു എക്സാമ്പിൾ ടീച്ചർ പറയട്ടെ. നമ്മളന്ന് കോഴിമുട്ട അട വെക്കാനായിട്ട്, മുട്ട വിരിയിക്കാനായിട്ട് ടങ്സ്റ്റൺ ബൾബ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അത് ഓർമ്മയുണ്ടോ?
അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ പറഞ്ഞാണ് അവിടെ പ്രകാശമല്ല പ്രയോജനപ്പെടുന്നത്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് വെട്ടം കിട്ടാനല്ല നമ്മൾ ബൾബിട്ട് കൊടുത്തത്. എന്ത് കിട്ടാനാണ്? ചൂട് കിട്ടാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടങ്സ്റ്റൺ ബൾബിൽ നിന്ന് പുറത്തേക്ക് വന്ന ഊർജ്ജരൂപം മെയിനായിട്ട് ഏതാണ്? അത് തന്നെയാണ് അതിന്റെ പോരായ്മ. നമ്മൾ പ്രകാശം കിട്ടാനിട്ടോ, പക്ഷെ കിട്ടിയത് ആപോർജാണ്. അപ്പോൾ അതിന്റെ പോരായ്മയാണ് മക്കളെ. ടങ്സ്റ്റൺ ബൾബില് കൂടുതൽ വൈദ്യുതോർജ്ജവും എന്തായിട്ട് നമുക്ക് പ്രയോജനപ്പെടാതെ പോകുന്നു? താപരൂപത്തിൽ നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെടുന്നു തന്നെ പറയാം. കാരണം ആ താപം നമ്മൾ മുട്ടയിരിക്കുന്ന കേസിൽ ഉപയോഗിക്കുന്നു, അല്ലാതെ നമ്മൾ വീട്ടിൽ ലൈറ്റ് ഇടുന്ന കേസിൽ അത് ഉപയോഗിക്കുന്നതേ ഇല്ല. ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പ്, ടങ്സ്റ്റൺ ബൾബ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിൽ വൈദ്യുതോർജ്ജം താപോർജ്ജമായി നഷ്ടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ ഇലക്ട്രോണിലേക്ക് കൊടുത്ത് കുറച്ച് താപോർജ്ജം എന്തായാലും ഉണ്ടാവും. എന്നാലും ചൂടായിട്ടാണോ പ്രകാശം വന്നത്? ഇവിടെ അവിടെ ടങ്സ്റ്റൺ ബൾബ് ചൂടായിട്ടായിരുന്നു പ്രകാശം ഉൽപ്പാദിപ്പിച്ചത്. ഇവിടെ ചൂടായിട്ടാണോ പ്രകാശം വന്നത്? അല്ല. അപ്പൊ ഇവിടെ താപരൂപത്തിൽ ഊർജ്ജനഷ്ടം ഉണ്ടാവുമോ? മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു മേന്മ എന്ന് പറയുന്നത്. താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം വളരെ കുറവാണ് ടങ്സ്റ്റൺ ബൾബോട്ട് അപേക്ഷിച്ച് നോക്കിയാൽ. ഓക്കെ. പിന്നെ ടങ്സ്റ്റൺ ബൾബ് 100 വാട്ടിട്ടാൽ കിട്ടുന്ന ഒരു പ്രകാശം ഇത് ചിലപ്പോൾ ഒരു 25-40 വാട്ടിട്ടാൽ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് പവർ മതി, നല്ല പ്രകാശവും കിട്ടും. ഓക്കെ. നമ്മുടെ വീട്ടിലെ CFL ഒക്കെ അങ്ങനെയല്ലേ? 100 വാട്ടൊക്കെ നമുക്ക് ഇടേണ്ട ആവശ്യം വരുന്നുണ്ടോ? CFL ഒക്കെ ആണെങ്കിൽ ഇല്ല, അത്ര ആവശ്യം വരുന്നില്ല അല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് ഡിസ്ചാർജ് ലാമ്പിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ CFL ഉപേക്ഷിച്ച് തുടങ്ങി. പകരം ഏത് ലാമ്പ് ഉപയോഗിക്കാനാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്? LED ബൾബ്. LED. ആശിഷ് പ്രസാദേ, ആശിഷ് ഇല്ല. അശ്വതി, അശ്വതി വീട്ടിൽ LED ആണോ CFL ആണോ കൂടുതലുള്ളത്? അശ്വതി LED ബൾബ് ഉണ്ടോ? LED. ഓക്കെ. ഇപ്പൊ എല്ലാവരുടെ വീട്ടിൽ ഏകദേശം LED ആണുള്ളത് അല്ലേ? LED എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ഇതാണ് ടീച്ചർ. ഇപ്പോൾ കേടായ ഒരു LED ഉണ്ട്. ഇതിന്റെ ഭാഗങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. അപ്പോൾ ടീച്ചർ ഇവിടെ കാണിക്കുന്നു. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ LED കേടായതുണ്ടാവും. ഒന്ന് ഇളക്കി നോക്കാം കേട്ടോ. LEDയുടെ പ്രധാന എന്താ മോനെ മനു? ഉണ്ട്. അപ്പൊ എന്തായാലും ഇളക്കി നോക്കുമല്ലോ. CFLന്റെ ഇളക്കി നോക്കണമെന്നില്ല. CFL ഇളക്കിയത് ടീച്ചറിന്റെ എവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. നമുക്ക് ട്യൂബിന്റെ വേണ്ട, ആ LED ട്യൂബ് ആയാലും മതി. പക്ഷേ LED ട്യൂബ് ആകുമ്പോൾ ഇളക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ടീച്ചറിന്റെ സംശയം. ഇതാണ് ഇങ്ങനെ ഇളക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ ഇങ്ങനെ ഇളക്കി കളഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഏറ്റവും മുകളിൽ കാണും അല്ലേ? ഇത് ബൾബ്, ഇത് ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്. ഇതാണ് ഹോൾഡറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ് യൂണിറ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ. മെറ്റലാണ്, ലോഹഭാഗമാണ്. ഇതിനെ വിളിക്കുന്ന പേര് ബേസ് യൂണിറ്റ് എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഇളക്കി മാറ്റാം, ബേസ് യൂണിറ്റ് ആയിട്ട് മാറ്റാം. ഇനി അടുത്ത ഈ ഭാഗം എന്ന് വെച്ചാൽ ഈ ഭാഗം നമുക്ക് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ ഇത് ശരിക്കും പ്ലാസ്റ്റിക് ആണ്. പുറത്ത് കാണാൻ പ്ലാസ്റ്റിക്, പക്ഷെ ഉള്ളിൽ നോക്കിയാൽ നമുക്കറിയാം ഇത് ഇവിടെയും മെറ്റലാണ് വെച്ചിരിക്കുന്നത്. അലൂമിനിയൊക്കെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ഇതും കുറച്ച് എന്തായാലും ചൂടാവും അല്ലേ? ഫുൾ ചൂടാവാന്ന് ചോദിക്കുന്നത് കുറച്ച് എന്തായാലും ചൂടാവും. ചൂടാവുന്ന സമയത്ത് ആ ചൂടിനെ അങ്ങ് ആഗിരണം ചെയ്യാനായിട്ടാണ് നമ്മൾ ഇതിനകത്ത് ഒരു ലോഹഭാഗം വെച്ചിരിക്കുന്നത്. ഓക്കെ. ഓവറായിട്ട് ചൂടായാലും ഇതിനകത്തിരിക്കുന്ന സാധനങ്ങൾ LED ചീത്തയായിരിക്കും. ഓക്കെ. അപ്പോൾ ചൂടാവുന്ന കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും ഒരു ലോഹഭാഗം. അപ്പോൾ ഇതിനകത്ത് ഉള്ളിൽ ചൂട് വന്നാലും ഈ ഭാഗം അത് വലിച്ചെടുക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഹീറ്റ് സിങ്ക്. ഓക്കെ. അപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന് ബേസ് യൂണിറ്റ് ആണ്. ഇതാണ് ബേസ് യൂണിറ്റ്. ഇത് നമ്മൾ മാറ്റി. അടുത്ത് നമുക്ക് ഇതിനകത്ത് പറഞ്ഞത് ഹീറ്റ് സിങ്ക് ആണ്. ഈ ഉള്ളിലുള്ള ഭാഗമാണ് ഹീറ്റ് സിങ്ക്. ഇതിലുണ്ടാകുന്ന താപോർജ്ജത്തെ ആഗിരണം ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗമാണ് ഹീറ്റ് സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതും മാറ്റി വെച്ചു. ഇനി ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു ഭാഗമാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഇങ്ങോട്ടാണ് ശരിക്കും നമ്മൾ കറണ്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഭാഗം. ഇതാണ്. ഇത് ഒരു ലോഹ പ്ലേറ്റിനകത്ത് ഇങ്ങനെ ഉറപ്പിച്ചമർത്തിയിരിക്കും. ഇതാണ് ലോഹ പ്ലേറ്റ്. അല്ലാതെ ഇതിനകത്ത് ഉറപ്പിച്ച് നിർത്തിയാൽ ഇളവിപ്പോവും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഫോമായിട്ട് ഫിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി നമ്മളൊരു ലോഹ പ്ലേറ്റ് ഉപയോഗിക്കുന്നു. ഈ ലോഹ പ്ലേറ്റിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് കുറേ സാധനങ്ങൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മക്കളെ? ചെമ്പുണ്ട്. മനു ചെമ്പെടുത്ത് എന്ത് ചെയ്യും? ചെമ്പെടുത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. കടയിൽ കൊടുത്ത പൈസ കിട്ടൂലേ? അത് മാത്രമല്ല ലൈറ്റ് കൊടുക്കാം.
ആ മിടുക്കനാണല്ലോ. എന്നിട്ട് മനു പരീക്ഷണത്തിന്റെ അയച്ചു തന്നില്ലല്ലോ എനിക്കൊന്നും. അതെ ടീച്ചർ, അങ്ങനെ വലുതായിട്ടൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. ചെയ്യണം കേട്ടോ, ചെയ്യുന്നൊക്കെ അയച്ചു തരണേ മക്കളെ. നിങ്ങൾ എല്ലാവരോടും പറയാണ്, ടീച്ചർ ഒരു പോസ്റ്റർ ഗ്രൂപ്പിലൊക്കെ ഇട്ടിരുന്നു, വീട്ടിൽ നിന്നും ഒരു പരീക്ഷണം എന്ന് പറഞ്ഞിട്ട് ഇല്ലേ? അതാരും പങ്കെടുത്ത് കണ്ടില്ലല്ലോ. പങ്കെടുക്കണം കേട്ടോ. ഏതെങ്കിലും ഒരു പരീക്ഷണം ചെയ്ത് വീഡിയോ എടുത്ത് അയച്ചു തരണേ. ഓക്കെ. അപ്പൊ ഇതിനെ വിളിക്കുന്നത് പവർ സപ്ലൈ ബോർഡാണ്. പവർ സപ്ലൈ ചെയ്യാനുള്ള ബോർഡ്, കറണ്ട് സപ്ലൈ ചെയ്യാനുള്ള ബോർഡാണ്. അപ്പോൾ കറണ്ട് സപ്ലൈ ചെയ്യല്ല, ശരിക്കും ഇതിനകത്തോട്ട് നമ്മുടെ വീട്ടിൽ ഈ ബൾബ് ഉപയോഗിക്കുമ്പോഴേ ഇതിനകത്ത് എത്ര വോൾട്ടേജ് ആണ് വന്ന് കയറുക? 240 അല്ലെങ്കിൽ 230 250 ഏകദേശം അത്രയാണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. പക്ഷെ അത്രയൊന്നും ഇതിന് വർക്ക് ചെയ്യാൻ അത്രയൊന്നും വോൾട്ടേജ് വേണ്ട. വോൾട്ടേജിനെ കുറയ്ക്കണം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വോൾട്ടേജിലേക്ക് കുറയ്ക്കാൻ 5 വാട്ടോ 7 വാട്ടോ 9 വാട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ചിട്ടായിരിക്കണം. ഇതിന്റെ ബാക്കിലാണ് LED ബൾബ് ഇരിക്കുന്നത്. ഇതാണ് ഇതിന്റെ LED ബൾബുകൾ. കണ്ടോ? ഇതിലിപ്പം എത്ര LED ബൾബ് കൊടുത്തിട്ടുണ്ട്? 8 LED സർക്യൂട്ട് ഡയോഡുകൾ, 8 ഡയോഡുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ LED ഫുൾ ഫോം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോട്ടെ. LED എന്താണ് LED ഫുൾ ഫോം വരിക? യെസ്, വെരി ഗുഡ്. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലേ? ലൈറ്റിനെ എമിറ്റ് വെച്ചാൽ പുറത്തേക്ക് കളയുന്ന ഡയോഡാണ് LED. ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. അപ്പോൾ ഇതിന്റെ ബാക്കിൽ LED ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. LED ഒട്ടിച്ച് വെക്കാനായിട്ട് ഇതിനകത്ത് 2 സ്ക്രൂ വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ക്രൂ ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രൂസ് 1 2 സ്ക്രൂ ഒക്കെ ടീച്ചർ എടുത്ത് പറയാൻ കാരണം ടെക്സ്റ്റ് ബുക്കിൽ സ്ക്രൂ വരെ നിങ്ങളുടെ പിക്ചറിൽ പറയുന്നുണ്ട്. ബാക്ക് കണ്ടക്ടിങ് സ്ക്രൂസ് ആണെന്ന് പറയുന്നത്. സ്ക്രൂ താണ്ടെ എന്നിട്ട് നമ്മൾ ഇതിനകത്തൊരു ഗമ്മും കൂടെ തേക്കൂടെ, പശയും കൂടെ തേച്ചിട്ടാണ് ശരിക്കും LED സ്ട്രിപ്പ് ഇതിനകത്തോട്ട് അങ്ങ് ഒട്ടിച്ച് വെക്കുന്നത്, നല്ല ഫേമായിട്ട് ഫിക്സ് ആവായിരിക്കും. അപ്പോൾ ഇപ്പം നമ്മൾ എത്ര പാർട്ടുകൾ പറഞ്ഞു? 1 ബേസ് യൂണിറ്റ് പറഞ്ഞു, 2ാമത്തത് ഹീറ്റ് സിങ്ക് പറഞ്ഞു, ഇനി 3ാമത്തത് പവർ സപ്ലൈ ബോർഡ് പറഞ്ഞു. നമുക്ക് കിട്ടുന്ന AC വോൾട്ടേജ് കുറച്ചിട്ട് ഇതിനകത്തോട്ട് കൊടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതാണ് അല്ലേ, മെറ്റൽ പ്ലേറ്റ് പറഞ്ഞു. ഇതാണ് നമ്മുടെ LED സ്ട്രിപ്പ് എന്ന് പറയുന്നത്. LED സ്ട്രിപ്പ് ഇതാണ്. പിന്നെ സ്ക്രൂസും പറഞ്ഞു, ബാക്ക് കണ്ടക്റ്റിംഗ് സ്ക്രൂസ്. ഇതിനകത്ത് ഒരു സാധനങ്ങളേ ഉള്ളൂ പറയും. ഇത് ആക്ച്വലി ഇങ്ങനെയാണല്ലേ ഇരിക്കുക, നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് വെറും ഒരു പ്ലാസ്റ്റിക് കപ്പ് മാത്രമാണ്. നമ്മുടെ ഒരു ലൈറ്റ് ഇതില്ലെങ്കിൽ ഇതെല്ലാം പ്രകാശിച്ചോളും. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് എക്സ്പോസ്ഡ് ആയിട്ടിരുന്നാൽ എന്തെങ്കിലും തട്ടിയോ മുട്ടിയോ എങ്ങാനും ചെയ്താൽ ഇത് ചീത്തയായി പോകാൻ സാധ്യതയില്ല. അപ്പോൾ ചീത്തയായി പോകാതിരിക്കാനും ആയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കപ്പും കൂടി യൂസ് ചെയ്യുന്നത്. ഡിഫ്യൂസർ കപ്പ് എന്ന് പറയും. അതിന് പ്രത്യേകിച്ച് വലിയ ധർമ്മമൊന്നും നമുക്ക് പറയാനില്ല. ഇതില്ലെങ്കിലും ബൾബ് വർക്ക് ചെയ്തോളും. പക്ഷെ ഇതൊരു പ്രൊട്ടക്ഷൻ ലെയർ ആയിട്ട് എന്ത് ചെയ്ത് ആക്ട് ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് പറയാനായിട്ട്. പിന്നെ ഇത് റിപ്പയർ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് റിപ്പയറിങ് പഠിക്കാൻ ഇപ്പോൾ ഇല്ല, എന്നാലും പറയുന്നത് ഏതെങ്കിലുമൊക്കെ കമ്പോണൻറ്റ് ചിലപ്പോൾ ചീത്തയായി പോയാൽ ഇത് വർക്ക് ചെയ്യാതാവും. ചിലപ്പോൾ ഇതായിരിക്കും ചീത്തയായി പോവുക, ഇത് ചീത്തയായി പോയാലും വർക്ക് ചെയ്യാതാവും. എന്നിട്ട് മെയിനായിട്ട് 2 സാധനങ്ങളേ ഉള്ളൂ വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചീത്തയായി പോയാൽ 2 LED ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇതൊന്ന് ഇളക്കി മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്തു നോക്കുക. നമ്മൾ ബൈ ചാൻസ് നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇതാണ് ചീത്തയായി പോയെങ്കിൽ ഇതൊരെണ്ണത്തിന് മാറ്റി വെച്ച് നോക്കുക. അതല്ല ഈ സ്ട്രിപ്പാണ് ചീത്തയായി പോയെങ്കിൽ സ്ട്രിപ്പ് മാറ്റിയിട്ട് മറ്റൊരു സ്ട്രിപ്പ് എടുത്ത് വെച്ച് നോക്കുക. ഇതിൽ ഒരെണ്ണം ചീത്തയായാലും ബാക്കി എല്ലാ സ്ട്രിപ്പും വർക്ക് ചെയ്യാതിരിക്കുന്ന അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ നമുക്ക് മാറ്റി തിരിച്ചൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്യുന്നു. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ CFL മാറ്റിയിട്ട് LED വാങ്ങുന്നത്? എങ്ങനെ? എന്ത് മാനും പറഞ്ഞ കേട്ടില്ലടാ? ഈടാക്കൂല, ഇത് കുറച്ച് മതി. പഴയ ബൾബ്. ഓക്കെ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഇതിപ്പോൾ പറയാനാണെങ്കിൽ വളരെ വാട്ട് കുറവാണ്. ഇത് 7 വാട്ടിൻ്റെ. ഇപ്പോൾ ടീച്ചർ എടുത്തത് 7 വാട്ടാണ്. ആലോചിച്ചു, ടങ്സ്റ്റൺ ബൾബ് 100 വാട്ട് വേണ്ടെടുത്ത് CFL ചിലപ്പോൾ 40 വാട്ട് അല്ലെങ്കിൽ 18 വാട്ട് 20 വാട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ആ സ്ഥലത്ത് LED 7 വാട്ട് മതി. അപ്പോൾ അത്രയും നമ്മൾ കറണ്ട് കുറച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ബില്ല്, കറണ്ട് ബില്ല് വരുമ്പോൾ കറണ്ട് ബില്ല് എങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്നത്? കുറവായിരിക്കും അല്ലേ? അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ താരതമ്യം നല്ല പ്രകാശം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ പവർ കുറച്ച് ഉപയോഗിക്കുന്നു, വൈദ്യോർജ്ജം പാഴാവുന്നില്ല. അത് നമുക്ക് നല്ലൊരു ഇതാണ്, അതിൻ്റെ ഒരു മേന്മയാണ്. ഇനി വേറെന്താ മേന്മ പറയാൻ പറ്റുക നമുക്ക്?
വെട്ടം മറ്റേതിനെക്കാട്ടി അത് വെട്ടം കൂടുതൽ. വെട്ടം കൂടുതലാണ്. അതിപ്പോ നമ്മൾ ഇങ്ങനെ പറയാം, പവർ കുറഞ്ഞെങ്കിലും അല്ലേ, കുറഞ്ഞ പവറിലും നല്ല പ്രകാശം തരുന്നൊരു ബൾബാണ് LED എന്ന് പറയുന്നത്. ചൂടുണ്ടോ ഒരുപാട്? ചൂടുണ്ടോ ഒരുപാട്? ചൂടെടുക്കുവോ? അധികം ഇല്ല. ഇല്ല, താപരൂപത്തിലുള്ള ഊർജ്ജ നഷ്ടം കുറവാണ് അല്ലേ. പിന്നെ നമ്മൾ ഇവിടെ ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. CFL കാര്യത്തിൽ CFL ഒരു പോരായ്മ പറയാൻ മറന്നു. നമ്മൾ CFL ടീച്ചർ നേരത്തെ പറഞ്ഞില്ലേ, ഈ ഇതിലെ വാതകം ഏതാണ്? സോഡിയം വേപ്പറിലാണ് മഞ്ഞ പ്രകാശം എന്ന് പറഞ്ഞില്ലേ നമ്മൾ സിറ്റിയിലൊക്കെ കാണുന്നത്. അതേപോലെ ഇതിൽ സോഡിയം വേപ്പർ, സോഡിയം ബാഷ്പമാണ് വാതകമായിട്ട് നിറയ്ക്കുന്നതെങ്കിലാണ് നമുക്ക് മഞ്ഞ ലഭിക്കുക. നമ്മുടെ വീട്ടിൽ CFL ഉപയോഗിക്കുന്നത് അല്ലേ, ഡിസ്ചാർജ് ലാമ്പായിട്ട്. CFL നമുക്ക് കിട്ടുന്ന പ്രകാശം ഏതാണ്? എന്ത് പ്രകാശമാണ്? മഞ്ഞയാണോ? വെള്ളയാണെങ്കിൽ അതിൽ നിറയ്ക്കുന്ന വാതകം മെർക്കുറിയാണ്. മെർക്കുറി. ഓക്കെ, ഈ മെർക്കുറി എന്ന് പറയുന്ന വാതകം വലിയ ട്യൂബിനകത്തോ? വലിയ ട്യൂബ് വെച്ചാൽ ഫ്ലൂറസെന്റ് ട്യൂബ് ആണെങ്കിൽ, ഇപ്പൊ എടുത്തിട്ട് LED അല്ല, പഴയ ട്യൂബ് ആണെങ്കിൽ വെള്ള ലൈറ്റ് ആണ് പുറത്തേക്ക് വരുന്നത്. ഏത് തന്നെയാണ്? മെർക്കുറി തന്നെയാണ് വെള്ളപ്രകാശം തരുന്നത് നമുക്ക്. പിന്നെ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ. ക്ലോറിൻ ആണെങ്കിൽ എന്തോ മക്കളെ കേട്ടില്ലടാ? ട്യൂബ് വെയിലത്തിട്ട് ഗ്ലാസ് അത്ര ചൂട് പിടിച്ചെങ്കിലേ പൊട്ടും. അങ്ങനെ പൊട്ടത്തില്ല മക്കളെ. കാരണം നോർമലി ഈ ഇപ്പൊ കറണ്ട് കിടന്നുമ്പോൾ ഇതൊക്കെ ചൂടാവുന്നുണ്ട്, പൊട്ടുന്നില്ലല്ലോ. ഇനി അതിനേക്കാളൊക്കെ ഓവറായിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുവാണെങ്കിൽ പൊട്ടും ഗ്ലാസ്. അടിച്ചു പൊട്ടിക്കുമ്പോ ഒരു പുക കണക്ക് അതല്ലേ മെർക്കുറി? യെസ്. നീ അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാ? നെവർ ഡു ഇറ്റ്. ഒരിക്കലും ചെയ്യില്ല കേട്ടോ. ഭയങ്കര ഹാർംഫുൾ ആയിട്ടുള്ള ഒരു വാതകമാണ് ഈ മെർക്കുറി എന്ന് പറഞ്ഞാൽ. ഓവറായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എന്താ പറയുക, അപകടകരമായ ഒരു അവസ്ഥയിലോട്ട് നമ്മൾ വരും. ആ രോഗത്തിന് വിളിക്കുന്നൊരു പേരുണ്ട്, മിനിമാത എന്നാണ് ആ രോഗത്തിൻ്റെ പേര്. ജപ്പാനിലാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിനിമാത എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മിനിമാത രോഗം പിടിപെട്ടവരുടെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് അവരുടെ എല്ലാം ബ്ലഡിലെ മെർക്കുറിയുടെ അളവ് കൂടുതലായി കണ്ടു എന്നുള്ളതാണ്. അതിന് കാരണമായിട്ട് പറഞ്ഞത് അവിടെ ഉപയോഗിച്ചിരുന്ന ഫ്ലൂറസെന്റ് ലാമ്പുകൾ പറഞ്ഞ ഈ CFLകളെല്ലാം വലിച്ച്, നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുന്നൊരു സാധനമാണ് അല്ലേ. നമ്മൾ ഉപയോഗശൂന്യമായി നമ്മളിത് എന്താ ചെയ്യുക? നോർമലി നമ്മൾ എന്ത് ചെയ്യും? പറമ്പിലോട്ട് എടുത്ത് കളഞ്ഞാൽ അവിടെ സേഫ് ആയിരിക്കുക. ചിലപ്പോൾ പൊട്ടും, അവിടെ കിടന്നത് പൊട്ടും. പൊട്ടിയാലുള്ള മെർക്കുറി വാതകം മണ്ണിലോട്ട് ചേരുന്നുണ്ട്. പതുക്കെ മഴ പെയ്യുന്ന സമയത്ത് ഇത് വെള്ളത്തിനോട് ഒലിച്ച് നമ്മുടെ കിണറുകളിൽ തന്നെ വന്നെത്തും. പിന്നെ ആ വെള്ളം ആര് തന്നെ കുടിക്കും? നമ്മൾ തന്നെ. അങ്ങനെ മെർക്കുറി നമ്മുടെ ശരീരത്തിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ഒരു പർട്ടിക്കുലർ അളവിലും കൂടുതലാണ് നമ്മൾ മെർക്കുറി നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേർന്നാൽ ആ രോഗം വന്നാൽ എന്തോ അതാണിപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞത്, CFL വാങ്ങാതിരിക്കുക. ഇനി അങ്ങോട്ട് വാങ്ങാതിരിക്കാന്ന് ഒരു കണ്ടീഷനുണ്ട്. ഇനി നമ്മൾ LED വാങ്ങാൻ പാടുള്ളൂ. ഈ ഉപയോഗിച്ച് വരുന്ന LED പൊട്ടാതൊരിടത്ത് സൂക്ഷിച്ചു വെക്കാനേ നിവർത്തിയുള്ളൂ. പറമ്പിൽ വലിച്ചെറിഞ്ഞാൽ പൊട്ടാൻ സാധ്യത. ഇപ്പം നമ്മുടെ വീട്ടിൻ്റെ മൂലയ്ക്ക് തന്നെ തട്ടിൻ്റെ മുകളിൽ അങ്ങാനും ഇനിയുള്ളതെങ്കിലും പൊട്ടാതെ എവിടെയെങ്കിലും വെച്ചേക്കാം. നമുക്കിനി അതേ നിവർത്തിയുള്ളൂ, വേറെ നിവർത്തി. എന്താ മക്കളെ? LED ഉണ്ട്, അത് ഉപയോഗിക്കാം. ഇപ്പം അത് ടങ്സ്റ്റൺ ബൾബിന് ആകെ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചൂട് കൂടുതലാണെന്ന് പറഞ്ഞാൽ താപോർജ്ജം വേസ്റ്റ്, വൈദ്യോർജ്ജം വേസ്റ്റ് എന്നുള്ളത്. അത് മാറിയിട്ട് CFL വന്നപ്പോൾ പക്ഷേ പരിസ്ഥിതിക്ക് ഭയങ്കരമായ ഹാനികരമാണെന്ന് മനസ്സിലായി. അത് മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ LED ഇത് കൊണ്ടുവന്നത്. ഇതിനിപ്പോൾ അറ്റ് പ്രസന്റ് നോക്കിയാൽ ഇതിനകത്ത് വാതകമൊന്നുമില്ല. അപ്പോൾ വാതകം മൂലമുള്ള ദോഷങ്ങളൊന്നും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല. പിന്നെ ഇതിനകത്ത് വരാവുന്നൊരു വേസ്റ്റ് എന്ന് വെച്ചാൽ ഇത് ഇലക്ട്രോണിക് പാർട്ടാണ്. ഇതും നമ്മൾ എന്ത് ചെയ്യും? വലിച്ചെറിയും. ഇതും മണ്ണിൽ അങ്ങനെ കിടക്കും അല്ലേ. അപ്പം ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് തിരിച്ചെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇലക്ട്രോണിക് സാധനം തിരിച്ചെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഡിസ്പോസ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് വേറെ, മെറ്റൽ ഭാഗം വേറെ, ഇലക്ട്രോണിക് ഭാഗം വേറെ ആയിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ആക്കി വന്നെടുക്കുന്നവരോ അല്ലെങ്കിൽ അങ്ങനെ ഇലക്ട്രോണിക് സാധനം വന്നെടുക്കുന്നവരും തിരിച്ച് അങ്ങനെ കൊടുക്കുക. എന്ത് പറഞ്ഞാലും നമ്മളിത് ഉപയോഗിച്ച് വലിച്ചെറിയുന്നത് എന്ത് തന്നെയാണ്? പ്രകൃതിക്ക് ഹാനികരം തന്നെയാണ്. പിന്നെ കമ്പയർ ചെയ്താൽ CFL കമ്പയർ ചെയ്താൽ ദോഷം കുറവാണ്. കാരണം ഇപ്പം ഇത് ഈ സാധനങ്ങൾ നമ്മളെവിടെയെങ്കിലും ഒന്ന് ഡിസ്പോസ് ചെയ്യാൻ പറ്റിയാൽ വലിയ കുഴപ്പമില്ല. മറ്റേത് അത്രയും ഭീകരമായ അവസ്ഥയല്ല LED. ഓക്കെ, ഏതാ മക്കളെ? അതൊന്നും ഹാനികരമല്ല, പ്രകൃതിക്ക് ഹാനികരമല്ല. പിന്നെ ടീച്ചർ പറഞ്ഞപ്പോൾ ഏതായാലും പ്രകൃതിയിലോട്ട് മണ്ണിലോട്ട് വലിച്ചെറിയുന്നത് കേട് തന്നെയാണ് മണ്ണിന്. അപ്പോൾ ഇതൊക്കെ ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ നമ്മളൊരു ആക്രി സാധനം പോലെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. നമുക്കൊരു വലിയൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടെങ്കിൽ ഇതെല്ലാം അതിനകത്ത് ഇട്ടേക്കാം. ഒരുപാട് നാൾ കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കവർ നിറയും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചീത്തയാണ്. ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ വലിച്ചെറിയാതെ എവിടെയെങ്കിലും ഒന്ന് ഡിസ്പോസ് ചെയ്യാം.
ഒരു കാലത്ത് ഇതൊക്കെ ആരെങ്കിലും തിരിച്ചെടുക്കാൻ വന്നാൽ കൊടുക്കാം നമുക്ക്, അതേ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ശാസ്ത്രത്തിന്റെ ഏത് പുതിയ കണ്ടുപിടുത്തവും ഇൻവെർട്ടറിനകത്ത് ഇതേപോലെ തന്നെ ഇങ്ങോട്ടൊന്നും ഇതാണുള്ള LED ആണ്. അതായത് ഈ സ്ട്രിപ്പുകൾ LED അല്ലേ മക്കളെ വെച്ചേക്കുന്നത്? ഇതാണുള്ള LED ആണ്. വൈദ്യോർജ്ജത്തില്ല. വൈദ്യോർജ്ജം വളരെ കുറച്ചേ എടുക്കത്തുള്ളൂ അതിനകത്തും. കറണ്ട് ഇല്ലാത്ത സമയത്തും കറണ്ട് ഇല്ലാത്ത സമയത്ത് അതിനകത്ത് റീചാർജബിൾ ബാറ്ററി അല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോഴും നമുക്ക് പ്രകാശക്കുറവ് മതിയല്ലോ, വാട്ട് കുറച്ച് മതിയല്ലോ അതിനകത്ത്. ഓക്കെ, ടീച്ചർ കുറച്ചൊന്ന് അറ്റൻഡൻസ് വിളിക്കട്ടെ. അറ്റൻഡൻസ് വിളിക്കുമ്പോഴേക്കും ടീച്ചർ ഒരു പണി തരാം. പണി തന്നിട്ട് അറ്റൻഡൻസ് വിളിക്കാം കേട്ടോ. നമ്മൾ എല്ലാവരും വിലയിരുത്താന്നുള്ള ഭാഗം നിർത്തേ മക്കളെ. എന്നിട്ട് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യിക്കാൻ നേരമില്ല, ആറാമത്തൊന്ന് ചെയ്യാം. ടീച്ചർ പറയുന്നവർ അതിന് ഉത്തരം പറയണം. അപ്പോഴേക്കും നിങ്ങൾ ചെയ്താൽ ഒരു 5 മിനിറ്റ് തരാം. അപ്പോഴേക്കും ടീച്ചർ കുറച്ച് പേര് അറ്റൻഡൻസും കൂടെ വിളിക്കാം. അപ്പോൾ ആറാമത്തെ ചോദ്യം. ടീച്ചർ പേജ് നമ്പർ ഒന്നുകൂടി പറയുമോ? പേജ് നമ്പർ 31. ടീച്ചർ ഇതിൻ്റെ എല്ലാം നോട്ട്സ് ഇന്ന് ഇട്ടുതരാം കേട്ടോ പഠിക്കാനുള്ളത്. 31 31 തന്നെ ആറാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും കണ്ടല്ലോ? ടീച്ചർ അറ്റൻഡൻസ് കൂടെ വിളിക്കുവാണേ. ആവണി എസ് നായർ. ഉണ്ട് ടീച്ചർ. ധന്യ BS. ഉണ്ട് ടീച്ചർ. ഫെബ ബാബു. ഫെബ ഇല്ല. ജെബിൻ R തോമസ്. ഉണ്ട് ടീച്ചർ. ജീവൻ MJ. ജോസ്ന മോൾ. ജീവൻ ഉണ്ടോ? ജോസ്ന മോൾ. കിരൺ AK. കിരൺ K. കൃഷ്ണപ്രിയ. ടീച്ചർ. ലക്ഷ്മി S. മനു. രാധിക. രാംജിത്ത്. രേവതി R. രേവതി രാജു. ശബരീന. ചെയ്തോ? ചെയ്തോണ്ടിരിക്കുക ടീച്ചർ. ചെയ്തില്ലേ? ഇത്രയും സമയം പോരെ? ടീച്ചർ 3 മിനിറ്റ് തന്നു ചെയ്യാൻ. ഓക്കെ, 10 ബില്ല്. ശ്രുതി S. ശ്രുതി ഉണ്ടല്ലേ? ശ്രുതി മോളെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ മോളെ. ആ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഒരു 230 വോൾട്ട് 115 വാട്ട് ഫിലമെന്റ് ലാമ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? LED പോലെ തന്നെ ഒരു മഞ്ഞ ബൾബില്ലേ? LED പോലുള്ള മഞ്ഞ ബൾബോ? മഞ്ഞ ലൈറ്റ് എത്തുന്നതല്ലേ, കറണ്ട് തോന്നി പിടിക്കുന്നത്. ഏതാണ്? എല്ലാ സൈഡും ഗ്ലാസ് പോലെ പെട്ടെന്ന് പൊട്ടുന്നത്. ഷോക്ക് യൂസ് ചെയ്യുന്നതാണോ മോനെ? ഷോക്ക് ഒക്കെ യൂസ് ചെയ്യുന്നതാണോ? അല്ല, ഈ എല്ലിയുടെ രൂപം തന്നെയാ. ഗ്രാഫിൻ ബൾബ്സ് ആണോ? നമുക്ക് കണ്ട ഫിലമെന്റ് ടങ്സ്റ്റൺ ലാമ്പ് പോലെ ഇരിക്കും, അതാണോ മോൻ പറയുന്നത്? എന്തോ ഉള്ളേ? സീറോ വാട്ട് ആയിരിക്കില്ല. 0 വാട്ട് ആണോ മോനെ? അല്ല, ആണോടാ? അതാണ്
അല്ല അവൻ അതല്ല ഉദ്ദേശിക്കുന്നത്, അവൻ ഉദ്ദേശിച്ച വേറെ ഏതോ ആ ആണ്. ഫിലമെന്റ് പോയ കത്തത്തെ ഒരു ചെറിയ വള്ളി പോലെ അത് സീറോ ബൾബാ ടീച്ചറെ. അത് അഴിക്കും. ഫിലമെന്റ് പൊട്ടുമ്പോ ഇത് കത്തൂല. ടങ്സ്റ്റന്റെ ബൾബ് തന്നെയാണോ മോനെ നീ ഉദ്ദേശിച്ചത് അന്നേരം? അതറിയില്ല ടീച്ചറെ. LED ബൾബ് പോലെ ഇരിക്കുമോ? ഇതേതാണ് ടീച്ചർ കാണിച്ച ബൾബില്ലേ, അതിനകത്ത് പ്ലാസ്റ്റിക് മൊത്തം ഗ്ലാസ് പണ്ടത്തുള്ള ബൾബാണ്. അത് പണ്ടത്തെയാണ്. ടീച്ചറെ സീറോ ബൾബാണ് ടീച്ചറെ. 0 വാട്ട് ഇത് തന്നെയാണ്. 0 വാട്ട് ആണെങ്കിൽ ശരിക്കും ഒരു വാട്ട് 0 അല്ല, അത് 15 വാട്ട് ബൾബുകളാണ് നമ്മൾ 0 വാട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ. അതിന്റെ അഴിക്കുന്നത് അതിന്റെ അത് അഴിക്കുന്നത് അത് കേട്ടില്ലടാ. അത് അഴിക്കുന്നത് അഴിക്കുന്നത് അതെങ്ങനെയാണ്? അത് അഴിക്കുന്നത് എങ്ങനെയാണോ? അതിന്റെ ഞാനത് അഴിച്ചു നോക്കിയിട്ടില്ല മക്കളെ. ഇതിന്റെ ലാസ്റ്റ് പാർട്ട് അഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അത് നോക്കാം. അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിച്ചെടുക്കാനും പിന്നെ നിവർത്തിയുണ്ടാവും. ടങ്സ്റ്റന്റെ ഒക്കെ നമുക്ക് ഗ്ലാസ് പൊട്ടിച്ചെടുക്കാനേ നിവർത്തിയുള്ളൂ. അല്ലാണ്ട് ആ ടൈറ്റാണ് ആ ഭാഗം. പ്രസ് മെഷീൻ പ്രസ്സാണ്. നമുക്കത് ഇളക്കിയെടുക്കാൻ നമ്മൾ ഹാൻഡ് കൊണ്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അത് എൻ്റെ കയ്യിലുണ്ടോ? അത് ട്രൈ ചെയ്ത് നോക്ക്. പക്ഷെ അതെനിക്ക് തോന്നുന്നില്ല നമ്മുടെ കൈ കൊണ്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത് മെഷീൻ പ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. ടങ്സ്റ്റൺ നമുക്ക് പഴയതിനകത്ത് ഇപ്പം അത് ടങ്സ്റ്റൺ ബൾബിൽ നിന്ന് തന്നെ ടങ്സ്റ്റൺ ഊരി എടുക്കണമെങ്കിൽ പതുക്കെ ഗ്ലാസ് പൊട്ടിക്കലേ നിവർത്തിയുണ്ട്. നമുക്ക് വേറെ നിവർത്തിയില്ല അത് ഊരിയെടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കണക്കിലായിരുന്നു. ശ്രുതി പറഞ്ഞു. ശ്രീകുട്ടൻ ശ്രീകുട്ടൻ എന്നാ പറഞ്ഞ പോലെ എന്താ തന്നിട്ടുള്ളത് പറയടാ. 230 വോൾട്ട്. അപ്പൊ എന്താ തന്നേക്കുന്നേ? വോൾട്ടേജ് അല്ലേ തന്നേക്കുന്നേ? എന്താ പറയാത്ത ശ്രീകുട്ട? ശ്രീശാന്ത്, ശ്രീശാന്തേ, എന്തൊക്കെ തന്നേക്കുന്നതെന്ന് പറഞ്ഞേ. ആദ്യം ഏതാ തന്നേക്കുന്നേ? വോൾട്ടേജ് ആണല്ലേ? VC = അല്ലേ? എത്രയാണ്? VC = എത്ര വരെ തന്നേക്കുന്നേ? എത്രടാ മക്കളെ പറയടാ. V എത്ര തന്നേക്കുന്നതെന്ന് പറയടാ. ഷിജിന ബാബു, ഷിജിന, സെൽമ വിൽസൺ, മോളെ വോൾട്ടേജ് എത്ര തന്നിരിക്കുന്ന മോളെ? 230 വോൾട്ട് അല്ലേ? 230 വോൾട്ട്. പിന്നെന്താ മോളെ തന്നേക്കുന്നത്? വെരി ഗുഡ്. പവറാണ്. നമുക്ക് എങ്ങനെ മനസ്സിലായത്? വെരി ഗുഡ്. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ കേട്ടോ. വെരി ഗുഡ്. അങ്ങനെ തന്നെ പഠിക്കാം നമ്മൾ. പവർന്ന് ക്വസ്റ്റ്യനിൽ എഴുതിയിട്ടില്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് നോക്കാം. ഇറ്റ് ഇസ് ഗിവൺ 115 വാട്ട്. W നൽകിയിരിക്കുന്നു. W മീൻസ് വാട്ടാണ്. വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്. അപ്പോൾ 115 വാട്ട് എന്ന് തന്നാൽ വാട്ടിൽ നിന്ന് മനസ്സിലാക്കണം ഈ തന്നിരിക്കുന്നത് പവറാണെന്ന്. ഓക്കെ ഓക്കെ. ഇനി സംഗീത. ഓക്കെ, കാണാൻ ചോദിക്കാം. ഇതാണോ? എവിടെ അവൻ പോയ? അനിൽകുമാർ പോയ. അനിൽകുമാർ ആരായിരുന്നു അത്? അവൻ പേരെന്താ മക്കളെ അറിയോ? ശബരിയാണത്. ശബരിനാഥ്. ശബരി ഇതാണോ പറഞ്ഞത്? ശബരി 23-ാമത്തെ പേജിലെ ടെക്സ്റ്റ് ബുക്കിൽ 23-ാമത്തെ പേജിലുള്ളതാ? അതാണ്. അത് ടങ്സ്റ്റൺ ബൾബ് തന്നെയാണ് മക്കളെ കേട്ടോ. അത് അഴിക്കാൻ പാടാ മക്കളെ. അതാ പറഞ്ഞത്. അത് ഊരവിടെ ഗ്ലാസ് ചെറുതായിട്ട് വളരെ സൂക്ഷിച്ച് ഗ്ലാസ് പൊട്ടിക്കാനേ നിവൃത്തിയുള്ളൂ. പൊട്ടിച്ചിട്ട് നമുക്ക് അതിനകത്ത് ടങ്സ്റ്റൺ ബൾബ് എടുക്കാം.
ഓക്കെ, നമുക്ക് ഈ കണക്ക് ചെയ്യാം, ബാക്കി ചെയ്യാം. ഓക്കെ, ആരോടായിരുന്നു ടീച്ചർ ഇപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത്? സാന്ദ്രാമോളുടെ അടുത്തായിരുന്നോ? സാന്ദ്രാമോള് പറഞ്ഞിരുന്നോ? സംഗീത സി. ആ സംഗീത എന്തായിരുന്നു മോളെ അടുത്ത് തന്നിരുന്നത്? എന്തായിരുന്നു മോളെ? ടൈം തന്നു അല്ലേ? ടൈം എത്രയാണ്? 10 മിനിറ്റ്. 10 മിനിറ്റ്. മിനിറ്റ് നമ്മൾ എന്തിലോട്ട് മാറ്റണം? മണിക്കൂർ 60. മണിക്കൂറിലോട്ടാണ് മാറ്റേണ്ടത്? സെക്കൻഡിലോട്ട്. സെക്കൻഡിലോട്ട്. 60 കൊണ്ട് ഗുണിച്ച് സെക്കൻഡിലോട്ട്. സെക്കൻഡാണ് സമയത്തിന്റെ SI യൂണിറ്റ്. അപ്പോൾ സെക്കൻഡിലോട്ട് പറയാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത്. നമ്മുടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്തായിരുന്നു? കറണ്ട് അല്ലേ? ഈ ബൾബിലൂടെ കടന്നു പോകുന്ന കറണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. സാന്ദ്രാമോൾ ആബ്സെന്റ് ആണ്. ശബരി ഓക്കെ, ശബരി മോനെ കറണ്ടാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. എന്തായിരുന്നു കറണ്ടിന്റെ സിമ്പിൾ ശബരി? വെരി ഗുഡ്. ഐ കണ്ടുപിടിക്കാൻ നമുക്ക് ഇതിന് ഏത് സമവാക്യം, അതായത് വിയും പിയും ടിയും തന്നിട്ടുണ്ട്, ഇതിൽ ഏതൊക്കെ ഉപയോഗിച്ചാലല്ല നമുക്ക് ഈ തന്നിട്ടാണ് കറണ്ട് ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുക? വെരി ഗുഡ്. ഓ മിടുക്കനാണല്ലോ. പി സമം വി ഇൻറ്റു ഐ എന്ന് പറയുന്ന സമവാക്യം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് പി തന്നിട്ടുണ്ട്, ഐ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. y സമം നമുക്ക് എങ്ങനെ എഴുതാം? പി ബൈ വി എന്ന് എഴുതിക്കൂടെ? പ്രജിത ഇല്ല. നൗഫൽ നൗഫൽ മോനെ നിനക്ക് പറഞ്ഞ മനസ്സിലായോടാ? ഐ സമം പി ബൈ വി എന്നുള്ളതിനകത്ത് നിന്ന് ഐ സമം പി ബൈ വി എന്നുള്ളത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഏതാണ് മനസ്സിലാവാത്തത്? മനസ്സിലായോ? ഈ സമവാക്യം ഉപയോഗിക്കണോ മനസ്സിലായോ? പി സമം വി ഇൻറ്റു ഐ എന്ന് പറയുന്ന സമവാക്യം ഉപയോഗിക്കണോ മനസ്സിലായോ? നമുക്ക് ഏത് സമവാക്യം ഉപയോഗിച്ചാൽ കണക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആദ്യം പഠിക്കണം, എങ്കിലേ ബാക്കി നമുക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വോൾട്ടേജ് തന്നിട്ടുണ്ട്, പവർ തന്നിട്ടുണ്ട്, സമയം തന്നിട്ടുണ്ട്. ഇത് മൂന്നിൽ നിന്നുമാണ് കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കറണ്ട് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം തുടക്കത്തിലൊരു സമവാക്യം പഠിച്ചു. ഐ സമം ക്യൂ ബൈ ടി എന്ന് പറയുന്നത് സമവാക്യം പഠിച്ചു. ആ സമവാക്യം ഉപയോഗിച്ച് നമുക്കിവിടെ കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റുമോ? നിങ്ങൾ ആരെങ്കിലും ഉത്തരം പറഞ്ഞു പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? യെസ്, അതിന്റെ ചാർജ് ഇല്ല. ടൈം ഉണ്ട് പക്ഷെ ചാർജ് ഉണ്ടോ? ടി ഉണ്ട് പക്ഷെ ക്യൂ ഉണ്ടോ? അപ്പൊ നമുക്ക് ഈ സമവാക്യം ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഹീറ്റ് എനർജിയുടെ സമവാക്യത്തിൽ നമ്മൾ കറണ്ട് പഠിച്ചിട്ടുണ്ട്. എച്ച് സമം ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്ന സമവാക്യവും എച്ച് സമം ഡി ഐ ടി എന്ന് പറയുന്ന സമവാക്യമൊക്കെ നമ്മൾ കറണ്ടുമായിട്ട് വെച്ചിട്ടുള്ള സമവാക്യങ്ങളാണ്. പക്ഷെ ഈ രണ്ട് സമവാക്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം എച്ച് തന്നിട്ടേ ഇല്ല. പിന്നെ എച്ചിന്റെ സമവാക്യത്തിലൂടെ നമുക്ക് പോകേണ്ട കാര്യമുണ്ടോ? അപ്പൊ ഈ സമവാക്യം ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ പവറിന്റെ സമവാക്യങ്ങൾ രണ്ടെണ്ണം പഠിച്ചു. പി സമം ഐ സ്ക്വയർ ആർ, പി സമം വി ഇൻറ്റു. ഇതാണ് കറണ്ട് വെച്ചുള്ള വേറെ രണ്ട് സമവാക്യങ്ങൾ. ശരിക്കും കറണ്ട് വരുന്ന ഇത്രയും 5 സമവാക്യങ്ങൾ നമുക്ക് അറിയാം. ഇതിൽ പവർ തന്നിട്ടുണ്ട്, ശരിയാ. കറണ്ട് ചോദിച്ചിരിക്കുന്നു. ഇനി ആരും കൂടെ വേണം? മക്കളെ ഇതിനകത്ത്? ആറും കൂടെ വേണം. പക്ഷെ 6 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ ചോദ്യത്തിൽ? അപ്പൊ പിന്നെ ഈ സമവാക്യം ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഇനി ഒരു സമവാക്യം കൂടിയേ നമ്മുടെ കയ്യിലുള്ളൂ. അത് നോക്കേ, പവർ തന്നിട്ടുണ്ടോ? വോൾട്ട് ബി തന്നിട്ടുണ്ടോ? അപ്പൊ പിന്നെ നമുക്ക് കറണ്ട് കണ്ടുപിടിച്ചൂടെ? മനസ്സിലായോ? ഇങ്ങനെ വേണം നമ്മൾ ആലോചിക്കാൻ. കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ അറിയാവുന്ന 5 സമവാക്യങ്ങൾ. 5 സമവാക്യത്തില് നമുക്ക് ഐ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് തരണം, എങ്കിലേ നമുക്ക് ഐ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നോക്കി ഈ ഒരൊറ്റ സമവാക്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സമവാക്യം
പി സമം വി ഇൻറ്റു ഐ എന്നുള്ളതാണ് നമുക്ക് പറ്റിയ സമവാക്യം. കാരണം പിയും വിയും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. കറണ്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഇനി കറണ്ടിന്റെ സമവാക്യം എഴുതണം. ഐ സമം നമ്മൾ എങ്ങനെ സമവാക്യം എഴുതേണ്ടത് എന്നുള്ളതാണ്. ഈ വോൾട്ടേജിനെ ഇപ്പുറം കൊണ്ടുവന്നാൽ പോരെ? അല്ലേ? ഓൾറെഡി പി ഇവിടെ കിടപ്പുണ്ട്. ഈ വോൾട്ടേജിനെ നമുക്ക് ഇവിടുന്ന് മാറ്റി ഇപ്പുറത്തോട്ട് കൊണ്ടുവരണം. ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ വോൾട്ടേജിന് എവിടെ എഴുതണം? മുകളിൽ എഴുതണോ താഴെ എഴുതണോ? താഴെ എഴുതണം. കാരണം ഇവിടെ മുകളിലായിരുന്നു എഴുതുന്നത്. മുകളിൽ മീൻസ് അംശത്തിലായിരുന്നു എഴുതിയത്. അപ്പുറം കൊണ്ടുവരും നമ്മൾ ഛേദത്തിൽ എഴുതണം. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, ഇവിടെ നമ്മൾ ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മള് ഹരിക്കണം. അപ്പൊ സമവാക്യം ഐ സമം പി ബൈ വി എന്ന് വരും. ടീച്ചർ ഒരു ഉദാഹരണം പറയാം. ഇത് പറയുന്നതിനേക്കാൾ എളുപ്പത്തില്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്? പി സമം വി ഇൻറ്റു ഐ ആണ്. therefore I is equal to P by V ആണ്. ഇതുപോലെ ടീച്ചറും പറയട്ടെ, 12 is equal to 3 ഇൻറ്റു 4 ആണ്. അല്ലേ? സംശയമൊന്നും ഇല്ലാലോ. അങ്ങനെയാണെങ്കിൽ 4 സമം നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അതിന്റെ കണ്ണിൽ എഴുതിയിരിക്കുന്നത് നോക്കേ. ഐ കണ്ടുപിടിക്കാൻ പി ബൈ വി എന്നല്ല എഴുതിയേക്കുന്നത്. അല്ലേ? മനസ്സിലായോ? അങ്ങനെ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിച്ച് എത്ര ഉത്തരം കിട്ടുന്നത് പെട്ടെന്ന് കണ്ടു പറയണം. അപ്പോഴത്തേക്ക് ഒരു രണ്ടുപേരൊന്ന് വിളിച്ചോട്ടെ. നിഖിൽ യു, നിഖിൽ ആർ, 0.5. വെരി ഗുഡ്. നിഖിൽ ആർ പ്രസന്റ് ആണോ? നിഖിൽ ആർ, നിഖിൽ ആർ ഇല്ല. നിദ്ര രാജീവ്, നിദ്രക്ക് ആൻസർ കിട്ടിയോ മോളെ? കിട്ടിയോ? എന്താ ചെയ്യാനുള്ളത്? പവറിന്റെ വാല്യൂ 115 ഡിവൈഡ് ഒരു വോൾട്ടേജിന്റെ വാല്യൂ 230. 115ന്റെ ഇരട്ടിയാണ് 230. 100ന്റെ ഇരട്ടി 200, 15ന്റെ ഇരട്ടി 30. അപ്പം 115ന്റെ ഇരട്ടി 230. അപ്പൊ അത്രയായാലും ഒന്നേ നമുക്ക് 1/2 എന്ന് എഴുതാം. അല്ലേ? അല്ലെങ്കിൽ 0.5 എന്ന് എഴുതാം. കണക്ക് പോയി ചെയ്യാൻ ഇങ്ങനെയൊക്കെയുള്ള എളുപ്പ വഴികളുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ എളുപ്പ വഴി ചെയ്യാവുന്ന കണക്കുകളായിരിക്കും നിങ്ങൾക്ക് തരിക. 9 കിട്ടിയായിരുന്നോ? അപ്പൊ നിദ്ര, നിങ്ങൾ ട്വിൻസ് അല്ലേ? 9 നിദ്രയും ആണോ? അല്ല അല്ലേ? അല്ലേ? അല്ല അല്ലേ? സോറി. ഓക്കെ. ജിഷ്ണു, യെസ്. ജിഷൻ എസ്. ഹരിറാം മോനെ, ജസ്റ്റ് സേ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ മോനെ. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 മിനിറ്റിനുള്ളിൽ ബൾബിലൂടെ പ്രവഹിക്കുന്ന ഇലക്ട്രിക് ചാർജ്. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? ചാർജ് ആണല്ലേ കണ്ടുപിടിക്കേണ്ടത്. ചാർജിന്റെ സിമ്പൽ എന്തായിരുന്നു? Q. വെരി ഗുഡ്. Q is equal to ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം? Q is equal to I into T. ഇക്വേഷൻ എങ്ങനെ കിട്ടിയെന്ന് ഡൗട്ട് ഉള്ളവരുണ്ടോ? ഇവിടെ നമുക്ക് ഇത് Q ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ? Q കണ്ടുപിടിക്കാൻ നമുക്ക് ഏതൊക്കെ സമവാക്യങ്ങൾ അറിയാം? എല്ലാ സമവാക്യങ്ങളും അറിഞ്ഞിരിക്കണം, അല്ലാതെ നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, Q കണ്ടുപിടിക്കാൻ ഏതൊക്കെ Q വെച്ചുള്ള ഏതൊക്കെ സമവാക്യങ്ങൾ നമ്മൾ പഠിച്ചു? I is equal to Q by T എന്ന് പറഞ്ഞൊരു സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും സമവാക്യം നമ്മൾ പഠിച്ചു? ഏതാണ്? ഇതിൽ നിന്നും Q is equal to I into T എന്ന് വരും. ഓക്കെ, അല്ല ഞാൻ ചോദിക്കുന്നത് Q വരുന്ന ഏതാടാ? പവറോ പിയോ? T is equal, അതല്ല, ഇതെല്ലാം ഒറ്റ ഇക്വേഷൻ. ഇപ്പൊ T is equal to Q by I എന്ന് എഴുതിയാൽ ഇതെല്ലാം ഒരു ഇക്വേഷൻ തന്നെ. ഇതെല്ലാം പല പല ഇക്വേഷൻസ് അല്ല, ആക്ച്വലി ഇതെല്ലാം ഒറ്റ ഇക്വേഷൻ ആണ്. നമ്മൾ അതിന്റെ വിവിധ ഫോർമാറ്റുകൾ എഴുതുന്നേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ Q എന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചു I is equal to Q by T. Q
ക്യൂ വരുന്ന വേറെ ഏതെങ്കിലും സമവാക്യം പഠിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇതൊറ്റ സമവാക്യമാണ് ഈ സിബിടി ക്യൂ വിറ്റുന്നത്. ഒരു സമവാക്യം തന്നെ ഈ രീതിയിൽ എഴുതിയിട്ടുണ്ടോ? ക്യൂ വരുന്ന വേറെ സമവാക്യം ഏതെങ്കിലും നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടോ? കേട്ടില്ല മോനെ ശബരി. ക്യൂ ബൈ ആർ പി. സമവാക്യം പറയുമ്പോൾ സമചിഹ്നവും പറയണം, അതിന് ഇപ്പുറത്ത് എന്താണെന്നും കൂടി പറയണമെങ്കിലേ എനിക്ക് പറയാൻ പറ്റൂ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. എന്ത് ഈക്വൽ ടു ആണ് ക്യൂ ബൈ ആർ പി? ഗോപിക, ഗോപിക ഏതെങ്കിലും സമവാക്യം ഓർമ്മയുണ്ടോ? ഗോപിക ആർക്കും ഓർമ്മയില്ല. മക്കളെ ഇങ്ങനെ ഒരു സമവാക്യം പഠിച്ചില്ലയോ? V = W/Q എന്ന് മറന്നു പോയല്ലായിരുന്നു? അത് വെച്ചാൽ നമുക്ക് കണക്കുകളൊന്നും വന്നിട്ടില്ല കേട്ടോ ചെയ്യാൻ. അതായിരിക്കും നിങ്ങൾ മറന്നത്. മക്കളെ ഇങ്ങനെ ഒരു സമവാക്യം ഉണ്ട് V = W/Q എന്ന്. മറക്കല്ലേ. അപ്പൊ ക്യൂ വരുന്ന രണ്ട് സമവാക്യങ്ങളെ നമുക്ക് അറിയാൻ പാടുള്ളൂ. ഒന്ന് നമ്മൾ പഠിച്ചു, കറണ്ട് എന്ന് പറഞ്ഞാൽ Q/T ആണ്, ചാർജ് ബൈ ടൈം ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് വെച്ചാൽ വർക്ക് ബൈ ചാർജ് ആണ്. ഈ രണ്ട് സമവാക്യം ക്യൂ പറയുന്നത്. ഇപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ക്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ബി ക്വസ്റ്റ്യൻ ആണ്. അതിലൂടെ ഒഴുകുന്ന ചാർജിന്റെ അളവ് കണ്ടുപിടിക്കണം അല്ലേ? ചാർജിന്റെ അളവ് കണ്ടുപിടിക്കാൻ ഇതിൽ ഏത് സമവാക്യം ഉപയോഗിച്ചാലാണ്? ക്യൂ ആണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏത് സമവാക്യം ഉപയോഗിച്ചാലാണ് ക്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? ബിജീഷ് ബാബു, അശ്വന്ത് പ്രസാദ്, അശ്വന്ത്, അസ്നാമി. എന്നാ പറഞ്ഞ മോനെ അശ്വന്റെ. ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് രണ്ട് സമവാക്യങ്ങൾ ക്യൂ വെച്ചറിയാം. I = Q/T എന്നും V = W/Q. അപ്പോൾ ക്യൂ കണ്ടുപിടിക്കാൻ ഇതിൽ ഏത് സമവാക്യമാണ് ഈ കേസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? ഈ കണക്ക് ചെയ്യാൻ ഏത് സമവാക്യം ഉപയോഗിക്കാൻ കഴിയുക? വെരി ഗുഡ്. I = Q/T എന്ന സമവാക്യം. എന്തുകൊണ്ട് ആ സമവാക്യം പറയാമെന്ന് പറയാൻ കാരണം? നമുക്ക് I അറിഞ്ഞൂടെ? I നമ്മളിപ്പോ കണ്ടുപിടിച്ചില്ലയോ? കണ്ടുപിടിച്ചോ? എല്ലാവരും ഉത്തരം പറഞ്ഞേ. I കണ്ടുപിടിച്ചോ? T നമുക്കറിയാവോ? അപ്പൊ ഇനി ക്യൂ മാത്രമല്ലേ ഉള്ളൂ, ക്യൂ കണ്ടുപിടിക്കാലോ. ഇനി ഇത് നോക്കേ, നമുക്ക് V അറിയാവോ? അറിയാം. W അറിയാവോ? വർക്ക് ഇല്ല. അപ്പൊ നമുക്ക് അതിനകത്ത് ക്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വേണം നമ്മൾ. സമവാക്യങ്ങൾ ഒരുപാടുണ്ടാവും. അതിൽ നിന്ന് ഏത് സമവാക്യം ചൂസ് ചെയ്താലാണ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് നമ്മൾ ഇതേ കണക്ക്. വോയിസ് കട്ടാവാണ്. ടീച്ചർ പിന്നെ റെക്കോർഡ് അയച്ചു തരാം കേട്ടോ. ഇതേ കണക്ക് നമ്മൾ ആലോചിക്കണം ഏത് സമവാക്യം ഉപയോഗിച്ചാലാണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുക. അപ്പൊ ഇവിടെ നമ്മൾ മോനെ ടീച്ചർ അയച്ചു തരാം കേട്ടോ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ഈ സമവാക്യമാണ് ഉപയോഗിക്കാൻ പറ്റുക. ഇതിൽ നിന്ന് Q = എന്ത് വരും? Q = I യും Q എന്ത് ചെയ്താൽ മതിയോ? Q = I × T. അത് വന്ന ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് Q = I × T വന്നേന്ന്? ഡൗട്ട് ഉള്ളവരുണ്ടോ? അറിയാമോ? ഹരിറാമ അറിയാമെന്നാണ് പറഞ്ഞത്. എന്താ പറഞ്ഞു? അറിയാം. അപ്പൊ ടീച്ചർ പോവാണല്ലോ. ഐയുടെ വാല്യൂ 0.5 × ടൈമിന്റെ വാല്യൂ 10 × 60. പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കുക. അപ്പോഴേക്ക് 2 അറ്റൻഡൻസ് വിളിക്കട്ടെ. അസ്നാനന്ദ്, ആരവൽ എ, അനുജിത്ത്, Sir, 0.5 0.5 × 10 × 60 എന്നല്ലേ പറഞ്ഞു. മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി?
നോക്കൂലേ? എന്താടാ നോക്കട്ടെ. മക്കളിത് മൾട്ടിപ്ലൈ ബുദ്ധിമുട്ടുള്ളവരുണ്ടോ? അബി യെസ്, അക്ഷയ്ക്ക് 300 കിട്ടിയിട്ടുണ്ട്. 300 സി കിട്ടിയിട്ടുണ്ട്. ആയിക്കോട്ടെ. എന്നാലേ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി ടീച്ചർ ഒന്ന് പറയുകയാണ്. ഇത്രയാണ് മൾട്ടിപ്ലൈ. ടീച്ചർ വലുതായിട്ട് ഇവിടെ വിളിക്കണേ. 0.5 × 10 × 6. ടീച്ചർ ഒരിക്കൽ പറഞ്ഞു തന്നെയാണ് ഇതൊക്കെ മൾട്ടിപ്ലൈ എങ്ങനെയാണ്. നമുക്ക് സീറോസും ഡെസിമലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സീറോസും ഡെസിമലൊക്കെ ഒഴിവാക്കി നിർത്തിയിട്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ദ നമ്പേഴ്സ്. ആ ജസ്റ്റ് ഡിജിറ്റുകൾ മാത്രം മൾട്ടിപ്ലൈ, സംഖ്യകൾ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ. ഇവിടെ ഒരു 5 ഉണ്ട്. പറഞ്ഞോ, വേറെ വിളിച്ച സംഗീതയാ? 5 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 6 ഉണ്ട്. ഇത്രേ ഉള്ളൂ 3 നമ്പേഴ്സ്. 5 × 1 × 60 എത്ര വരും? 5 × 1 × 6 എത്രയാണ്? 30 അല്ലേ മക്കളെ? 6 × 5 30 അല്ലേ? 30. ജസ്റ്റ് സംഖ്യ കൊടുത്താൽ 30 കിട്ടി. ഇനി എത്ര പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കാണെങ്കിൽ അത്ര ആദ്യം പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എത്ര പൂജ്യം ഇട്ട് കൊടുക്കാൻ? ഇവിടെ പൂജ്യം വല്ല ഉണ്ടോ ഇട്ട് കൊടുക്കാൻ? ഇവിടെയോ? ഒരു പൂജ്യം. ഇവിടെയോ? അപ്പൊ മൊത്തം എത്ര പൂജ്യം ഇട്ട് കൊടുക്കാൻ? 2. ഓക്കെ. ഇനി എത്ര ദശാംശ സ്ഥാനങ്ങളുണ്ട് ഇതിനകത്ത് മൊത്തം? 1 ദശാംശ സ്ഥാനമാണ് അല്ലേ? അപ്പോൾ 1 ദശാംശ സ്ഥാനം ആക്കണം. അപ്പൊ 300.0 നമ്മൾ 300 ഇട്ടാൽ മതി. ഈ ചാർജ് ആണ് കണ്ടുപിടിച്ചത്. ചാർജിന്റെ യൂണിറ്റ് കൂളോം ആണ്. കൂളോമിന്റെ സിമ്പൽ സി ആണ്, ക്യാപിറ്റൽ സി ആണ് കൂളോമിന്റെ സിമ്പൽ. അപ്പോൾ ഉത്തരം നമുക്ക് ഫൈനൽ ഉത്തരം 300 കൂളോം എന്ന് കിട്ടും. ഓക്കെ മക്കളെ, നമുക്ക് സമയം ഇപ്പോൾ അല്ലെങ്കിൽ ടീച്ചർ ഒരു കണക്കൊക്കെ ചെയ്യിച്ചേനെ. ടീച്ചർ ഒരു കാര്യം ചെയ്യാൻ എന്തായാലും ഇതിൻ്റെ വിലയിരുത്തൽ ടീച്ചർ ഇപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഒന്ന് വീഡിയോ ഇട്ട് തന്നിരുന്നു. ഇത്രയും കൂടെ ക്ലാസ് എടുക്കാൻ വെച്ചാൽ നടക്കൂല. ഒന്നാമത് നമ്മൾ ഫിസിക്സ് കുറച്ച് നമ്മൾ വിക്ടേഴ്സിൻ്റെ ക്ലാസ്സുമായിട്ട് കമ്പയർ ചെയ്താൽ വിക്ടേഴ്സ് നമ്മുടെ ഫിസിക്സിൻ്റെ സ്കൂളിലെ ക്ലാസ് കുറച്ച് പുറകിലാണല്ലേ. കാരണം ടീച്ചർ ജൂലൈയിൽ വന്ന് ക്ലാസ് എടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമുക്ക് അത്രയും സമയം കിട്ടിയിട്ടില്ല. സ്പെഷ്യൽ എടുക്കുന്നുണ്ടെങ്കിലും ഇരുന്നില്ല. ടീച്ചർക്ക് ഇന്നലെ സ്പെഷ്യൽ എടുക്കാൻ പറ്റിയില്ല. ടീച്ചർ സ്ഥലത്തില്ല. യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ യൂട്യൂബിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ടീച്ചർ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതാണ് ഞാൻ നിങ്ങൾക്കും പ്ലേ ചെയ്യുന്നത്. അതിനകത്ത് എന്താ മോനെ? പ്രതീക്ഷ ബ്ലോഗ് എന്നാണ്. പ്രതീക്ഷ ബ്ലോഗ് എന്നാണ് ചാനലിൻ്റെ പേര്. അത് ടീച്ചർ വേണേൽ പേഴ്സണലായിട്ട് ഇട്ടുതരാം, ചോദിച്ചാൽ മതി ഇട്ടുതരാം. ടീച്ചർ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. ഇപ്പോൾ ഈ വിലയിരുത്താമെന്നുള്ളതിൻ്റെ ആൻസേഴ്സ് അപ്പോൾ സമയം പോലെ അത് കണ്ട് അത് ഉത്തരം ഇപ്പോൾ ഇന്ന് തന്നെ കണ്ടല്ലേ നാളെ കണ്ട് ഒരാഴ്ച ടീച്ചർ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. അല്ലാത്തത് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി എഴുതുക. ഇനി അത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ പക്ഷേ ടീച്ചറുടെ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. കാരണം നമ്മളിനി ഒരുപാടല്ലേ ലാഗ് ചെയ്ത് പോകും വിക്ടേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത്. നമുക്ക് സമയം പോലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ വിലയിരുത്താൻ ചെയ്യാം. നിങ്ങൾ എന്തായാലും സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്യണം. അതിന് ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് ടീച്ചറെ വീഡിയോയും അതിൻ്റെ ആൻസേഴ്സിൻ്റെ PDF കൂടി അയച്ചു തരാം. ഉത്തരങ്ങളുള്ള PDF അയച്ചു തരാം. അപ്പോൾ ഉത്തരങ്ങൾ നിങ്ങൾ ചെയ്തിട്ട് ശരിയാണോ ചെക്ക് ചെയ്യാം. അത് തെറ്റാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്താണ് നിങ്ങൾക്ക് തെറ്റിയെന്ന് മനസ്സിലാവും. പിന്നീട് അത് മനസ്സിലായാൽ നമുക്ക് ക്ലാസ്സിൽ വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ദിവസം ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ടീച്ചർ പ്രസൻറ്റ് പറയാനുള്ള 2 പേരാണെന്ന് വിളിച്ചിട്ട് അബി എ